പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഇദ്ഫഅ ബില്ലദീ ഹിയ അഹ്സൻ ഫഇദൽ ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീദ്. ചിന്മയെ നന്മ കൊണ്ട് തടയുക, പ്രതികാരത്തെ പുഞ്ചിരി കൊണ്ട് തടയുക, ക്രൂരതയെ നന്മ കൊണ്ട് വാത്സല്യം കൊണ്ട് തടയുക. നിന്റെ ഏറ്റവും വലിയ ശത്രു, നിന്റെ ഏറ്റവും വലിയ മിത്രമാകുന്ന മായാജാലം നിനക്ക് കാണാം. ഖുർആനിലെ വാക്കാണ്, തെറ്റില്ല. അതാണ് അവിടെ സംഭവിച്ചത്. ആ അനുജൻ നന്നായി. സഹോദരങ്ങളെ, ഇതിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. തെറ്റി നിൽക്കുന്ന ആളുകൾ എത്രത്തോളം സ്വന്തം എന്റെ അടുത്ത് ന്യായമുണ്ട്, എന്റെ അടുത്താണ് പൂർണ്ണമായും ന്യായം, എന്നെയാണ് അയാൾ ഉപദ്രവിച്ചത് എങ്കിലും അയാളുടെ അടുത്ത് പോയി അസ്സലാമു അലൈക്കും, കഴിഞ്ഞതൊക്കെ മറക്കണം കേട്ടോ, ഇനി അത് മനസ്സിൽ വെച്ച് നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയോ സഹോദരങ്ങളെ? അല്ലാഹു റബ്ബ് നമ്മോടൊപ്പമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പമുണ്ട്. എന്താ നമുക്കതിന് തടസ്സം? എന്താ ഇബാദുർ റഹ്മാനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്? വല്ലദീന യംശൂന അലൽ അർദി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അവർ ഭൂമിയിലൂടെ താഴ്മയോടുകൂടി നടക്കുന്നവരാണ്. വിനയം അവരുടെ മുഖമുദ്രയാണ്. താഴ്ന്നു കൊടുക്കുക എല്ലാവരുടെ മുന്നിലും. ആരുടെ മുന്നിൽ കാണാൻ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ? റസൂലുള്ള പഠിപ്പിച്ചു തന്നു നമുക്ക്, ഒരാളും ഒരാളുടെ മുന്നിലും താഴുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്സത്തിനെ വർദ്ധിപ്പിച്ചാലല്ലാതെ, അന്തസ്സിനെ വർദ്ധിപ്പിച്ചുകൊണ്ടല്ലാതെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ പരിശുദ്ധ റമദാൻ മാസം വരുന്നതിന്റെ മുന്നേ എന്ത് ചെയ്യണം? ആരെങ്കിലുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുമായി പോയി നന്നാവണം, സലാം പറയണം, മനസ്സിലുള്ള എല്ലാ കറകളും കഴുകിക്കളയണം. എന്നിട്ട് അവരോട് പറയണം, എനിക്കൊരു വെറുപ്പ് നിന്നോടില്ല, ഒരു ദേഷ്യം എനിക്ക് നിന്നോടില്ല. ചില ആളുകളുണ്ട്, ചില വളരെ സഹോദരൻ, എനിക്ക് 2 സുഹൃത്തുക്കൾ അറിയാം. അവര് സ്വന്തം ഉമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞ ആളുകളാണ്. പക്ഷെ അവരിന്ന് കീരിയും പാമ്പുമായി നാട് നീളെ പരസ്പരം വ്യക്തിപരമായ കുഴപ്പങ്ങൾ പറഞ്ഞു നടക്കാം. ഞാനൊരു വ്യക്തിപരമായ ഉപദേശം നിങ്ങൾക്ക് തരട്ടെ. ഒരു സ്നേഹബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പണ ഇടപാട് നടത്താതിരിക്കുക. ഇത് ദീനൊന്നുമല്ല, ഖുർആനും ഹദീസൊന്നല്ല, വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് എടുത്തു പറഞ്ഞ നല്ലൊരു സ്നേഹബന്ധം നിങ്ങൾക്ക് നിലനിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? പണ ഇടപാട് നടത്താതിരിക്കുക. ആ സ്നേഹബന്ധം അങ്ങനെ പോയിക്കൊള്ളും. എന്ന് പണ ഇടപാട് നടത്തുന്നു അന്ന് അത് തീരും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ആരെങ്കിലുമായി തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി അതിന്റെ അവസാനത്തെ തീയതിയായിരിക്കണം, അതിന്റെ അവസാനത്തെ ദിവസമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൂടി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ അല്ലാഹു പറയാ, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. അല്ലാഹു പറയുകയാണ്, വസാരിഊ, നിങ്ങൾ ഓടിയെടുക്കുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിസ്തൃതിയുള്ള സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ഓടിയെടുക്കുക. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് ആ സ്വർഗ്ഗം. എങ്ങനെയുള്ളവരാണവർ? അല്ലദീന യുൻഫിഖൂൻ, അവരവരുടെ ധനം ചെലവഴിക്കുന്നവരാണ്. ഫിസ്സറാഇ
പ്രയാസത്തിലും വൽകാദിമീനൽ ഗൈം അവർ കോപത്തെ അടക്കി വെക്കുന്നവരാണ് വൽആഫീന അനിന്നാസ് അവർ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ നന്മ ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്നിട്ടല്ല പറയുകയാണ്, മനസ്സിലാക്കടേ, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ വിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞത്. അവരൊരു തിന്മ ചെയ്താൽ, അവരൊരു പാപം ചെയ്താൽ, പാപം ചെയ്യാത്തവരല്ല വിശ്വാസികൾ എന്നല്ല, അവരൊരു പാപം ചെയ്താൽ, അവർ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്താൽ അവർ അല്ലാഹുവിനെ ഓർക്കുകയായി ഫസ്തഗ്ഫറൂ ലിസുനൂബിഹിം എന്നിട്ട് ചെയ്തു പോയ പാപത്തിന് അല്ലാഹുവിനോട് മോചനം തേടുകയായി. എന്നിട്ടല്ല പറയുകയാണ് വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് പാപം പൊറുക്കുന്നവനായി അല്ലാഹ് ഇല്ലാതെ മറ്റാരാണുള്ളത്? അടുത്ത ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നു, ഉലൈക ജസാഉഹും മഗ്ഫിറത്തുൻ മിർ റബ്ബിഹിം വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാർ ഖാലിദീന ഫീഹാ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. വനിഅമ അജ്റുൽ ആമിലീൻ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എത്ര വലിയ പാരിതോഷികമാണ്. അല്ലാഹുവിന്റെ സന്തോഷ വാർത്തയാണ്.